ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പപ്പട താളിപ്പ്. എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, എന്നാൽ ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി അതിലേക്ക് ചട്ടി വെച്ചു. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 6-7 ചെറിയുള്ളിയും 3-4 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം, അതായത് ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും ഈ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്നതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 6-7 പപ്പടം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പപ്പടം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിയും അതേപോലെ തന്നെ മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഈ മിക്സിക്ക് എന്ത് ചെയ്യുക, ഈ പപ്പടം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പപ്പടം നമുക്ക് 2 രീതിയിൽ എടുക്കാം. പൊരിച്ചിട്ട് എടുക്കാം, നമുക്ക് അല്ലാതെ എടുക്കാം. ഞാൻ ഇപ്പോൾ അല്ലാതെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ പപ്പടം നന്നായിട്ട് ഈ മിക്സുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക. നന്നായിട്ട് എല്ലാ ചേരുവകളും ചേരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പ്, ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷവും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഞാനിതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം എടുക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിള വരുന്നത് വരെ നമ്മളെന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, സ്റ്റവ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.